ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് ഉച്ചയ്ക്കായിരുന്നു നിന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. ഒരു വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് കുറേ നേരം വണ്ടിക്കകത്ത് നിൽക്കുന്നു. എനിക്ക് 2:30 ഇന്ന് വർക്ക് എങ്കിലും ഞാൻ 1:30 കഴിഞ്ഞപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വണ്ടി കിട്ടാൻ ഒരുപാട് താമസമുണ്ട്. ഞാൻ അപ്പോഴേ വേഗം തന്നെ ഇറങ്ങി. പക്ഷേ എനിക്ക് 2 മണിയായപ്പോഴാണ് എനിക്ക് 2 മണി കഴിഞ്ഞ് വണ്ടി കിട്ടിയപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവരെ ചെയ്ത് അതും കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് ഒരു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ബസ്സൊക്കെ വന്നുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി പോന്നു, ഇങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മുടെ മെയിൻ ജീപ്പിൽ വന്ന് ഇരിക്കുകയാണ്. അവിടെ ജീപ്പിൽ ആളെന്നറിയാതെ വിടാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ വായി നോക്കിയിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം കാലാവസ്ഥ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രാവിലെയൊക്കെ ഒരു മഴയും കോളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വണ്ടിയിൽ ഇരുന്നിട്ടാണെങ്കിൽ പണ്ടാരും ദേഷ്യം വന്നിട്ട് അവസാനം കുറേ കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. പിന്നെ നേരെ വീട്ടിൽ വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോഴത്തേനും പിള്ളേരുടെ ആകെ ഒരു പരാതി, മമ്മി ഞങ്ങൾക്കിതൊന്നും കൊണ്ടുവന്നില്ലേ, ഒന്നും കൊണ്ടുവന്നില്ലേ. എപ്പോഴും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മുട്ടായോ എന്തെങ്കിലും കൈ കരുതുന്നത്, ഇന്നൊന്നും കൊണ്ടുവന്നില്ല. കാരണം പെട്ടെന്ന് ഇങ്ങ് പോരേണ്ടി വന്ന്. അതിനുശേഷം നമ്മുടെ മനോരമയിലെ സാധനങ്ങൾ എടുക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ സാധനം എടുത്തു കൊടുക്കുവാണ് മോനും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളിലെടുക്കുമ്പോൾ ചെന്ന് സഹായിച്ചു കൊടുക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് അവനും. അപ്പോൾ വലിയ ഇതായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം പിന്നെ അവനെ നേരെ ട്യൂഷന് വിട്ടു. അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഇവരെല്ലാം വന്നിട്ട് കണ്ടപ്പോൾ പേടി തോന്നിയിട്ട് കൊച്ച് അവരെന്തോ സംസാരിച്ചപ്പോഴത്തേനും ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ കുറേ സമയം എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് മോനെ ട്യൂഷന് വിട്ടിട്ട് വന്നപ്പം ചാച്ചൻ ഞങ്ങൾക്ക് ഏത്തയ്ക്കാപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ പിന്നെ അതും കഴിക്കുമായിരുന്നു. കാരണം തിരിച്ച് വന്നപ്പോൾ ഒന്നും കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. ചോറും ഇല്ലായിരുന്നു. ചോറും തീർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രിത്തേനും വല്ല കഞ്ഞി ആക്കണം. പിന്നെ അരി വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നത്. അന്നേരം അതും തിന്നിട്ട് പിന്നെ സമാധാനമായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പോയപ്പോഴത്തേനും ചാച്ചനും പോയപ്പോഴത്തേനും കുഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അവർ വെയിറ്റിംഗ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് അത് തൂക്കിയിട്ടാണ് അത് പോകുന്നത്. അങ്ങനെ തൂക്കിയിട്ട് എല്ലാവരും പോയി. ചാച്ചനും പോയപ്പോഴത്തേനും അവൾ ഭയങ്കര സങ്കടമായിരുന്നു. നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പപ്പയോട് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം അവളെയും കൊണ്ട് വെളിയിലൊക്കെ പോയി. അവൾ ഓടുവാണ്, പപ്പ പോയോ, പപ്പ വരുന്നോ എന്നൊക്കെ അങ്ങ് നോക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് കുറേ നേരം വെളിയിലൊക്കെ പോയി. അവിടെയൊക്കെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത്, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ കുറേ നേരം ഞങ്ങൾ വെളിയിൽ നിന്ന് കളിച്ച് ചിരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയത്. പിന്നെ നമ്മുടെ ജപമാല മാസം കൂടെ ആയതുകൊണ്ട് എനിക്ക് വൈകുന്നേരം പള്ളിയിലും പോകണമായിരുന്നു. പിന്നെ പിള്ളേർ ഇവർ പോയാലും പള്ളിയിലൊന്നും ചെന്ന് അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവരെയും കൊണ്ടൊന്നും അങ്ങനെ പോക്കില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ പള്ളിയിൽ വൈകുന്നേരം നമ്മുടെ കുരിശടിയെല്ലാം നല്ല അലങ്കരിച്ച് നല്ല മനോഹരമായിട്ട്, ഇതാണ് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കിളിക്കുന്നത്. പക്ഷെ നല്ല ഇഷ്ടം പോലെ പൂവാണ് ഇതിനകത്ത്, ഒരു കുറവുമില്ല. നല്ല രസമാണ് കാണാനും. വീട്ടിൽ കൊണ്ടുവച്ചാൽ നല്ല അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പൂക്കൾ അതിനകത്ത് വിരിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കുരിശടി നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്, നല്ല കാണാൻ നല്ല മനോഹരമായിട്ട് ഇരിപ്പുണ്ട്. എല്ലാ വട്ടവും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിരുന്നത്. ഞാനങ്ങനെ പള്ളിയിൽ പോയി ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേനും ചാച്ചനോട് കഞ്ഞിയൊക്കെ വെച്ച് പിന്നെ കഞ്ഞിയും കുടിച്ചിട്ട് നേരെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.